ഇപ്പോൾ ജിയോ യൂസേഴ്സിന് ജെമിനി പ്രോ, എയർടെൽ യൂസേഴ്സിന് പെർപ്ലക്സിറ്റി, ചാറ്റ് GPT വക GPT ഗോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് തന്നുകൊണ്ടേയിരിക്കുക. നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ കളികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. Mark my words, AI is far more dangerous than nukes. I think the danger of AI is much greater than the danger of nuclear warheads by a lot. ഈ AI കമ്പനീസ് ഇന്ത്യയെ കാണുന്ന ഒരു രീതിയുണ്ട്. പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു പരീക്ഷണശാല, ഒരു ലാബ്. ഇന്ത്യയിൽ ഏകദേശം 140 കോടി ജനങ്ങളുണ്ട്. ആ 140 കോടി ജനങ്ങളിൽ പല ജാതി, പല മതം, പല ഭാഷ, പല രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് AIക്ക് വേണ്ടത്. എന്തിന്? നമ്മളെങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളെ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതൊക്കെ AIക്ക് അറിയാൻ ഭയങ്കര താല്പര്യമുണ്ട്. ഇവിടെ AI ശ്രമിക്കുന്ന ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്, ഒരു ബിഹേവിയറൽ സൈക്കോളജി. മനുഷ്യൻ്റെ ഹ്യൂമൻ സൈക്കോളജി, ബിഹേവിയറൽ സൈക്കോളജിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ അത് നമ്മുടെ നേരെ പ്രയോഗിക്കാൻ പറ്റും. അത് പല രീതിയിലേക്കുള്ള ബിസിനസ് സാധ്യതകൾ തുറന്നു തരും. ആഡുകൾ വഴിയുള്ള ബിസിനസ് സാധ്യതകളായിരിക്കും. നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു കോമൺ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് അതുവഴി ഒരു ആഡ് വഴി ആ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ പറ്റും. അതേമാതിരി നമ്മൾ ഒരു ഇതിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആവും. ഈ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സബ്സ്ക്രിപ്ഷനൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കേസുണ്ട്. ഒരർത്ഥത്തിൽ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം ഫ്രീ ആണ്. പക്ഷെ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കാണണം, നമ്മുടെ രാഷ്ട്രീയ ചിന്താഗതി വരെ കൊണ്ടുവരാൻ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പറ്റി. അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇനി AIയും പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹ്യൂമൻ സൈക്കോളജി വെച്ച് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ കൊടുക്കണം പ്രോംപ്റ്റ്, നാളെ നമുക്ക് തന്നെ തിരിച്ച് ഒരു പണിയായിട്ടും വരാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിലേക്കൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ കീ പ്ലേയേഴ്സായിട്ടുള്ള ജെമിനി ആയിക്കോട്ടെ, പെർപ്ലക്സിറ്റി ആയിക്കോട്ടെ, ഇപ്പോൾ ചാറ്റ് GPT ആയിക്കോട്ടെ, ഇവരെല്ലാം ലോകത്ത് വേറെ എവിടെ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രമായിട്ടുള്ളൊരു പ്രീമിയം ആക്സസ് ഫ്രീ ആയിട്ട് തരുന്നത്. ഇവിടെ ഇന്ത്യയിൽ 65 കോടി മുതൽ 70 കോടി വരെ സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ഉണ്ട്. അതിലൊരു 50 കോടി ആൾക്കാർ ഈ AI യൂസ് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പം തന്നെ അതൊരു വലിയ നമ്പറാണ്. ലോകത്ത് വേറെ എവിടെയും അത്രയും നമ്പർ കിട്ടില്ല. ചൈനേൻ്റെ കേസ് അങ്ങനെയല്ല. ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് AIs ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യണതേ ഉള്ളൂ, അവർ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ചാറ്റ് GPT ഒന്നും അവിടെ ഇല്ല, അവിടെ യൂസ് ചെയ്യുന്നില്ല അവർ. എന്തിന്? അവിടെ വാട്സപ്പ് പോലും ഇല്ല. അതിന് പകരം WeChat ഉണ്ട്, യൂട്യൂബ് ഇല്ല, അതിന് യൂക്കു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ്. ചൈനയിൽ അവരുടേതായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അവർ ഉപയോഗിക്കുക. അപ്പോൾ ഡീപ്സീക്ക് ഉണ്ട്, കിമി അങ്ങനെയുള്ള സോഫ്റ്റ്വെയറൊക്കെ ഉള്ളൂ അവരധികം ഉപയോഗിക്കുകയുള്ളൂ. ഇന്ത്യക്ക് സ്വന്തമായിട്ട് അങ്ങനെ അറിയപ്പെടുന്നവരേ ഇല്ല. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയാണ് അവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ ഇന്ത്യയിൽ AIക്ക് ഇത്രയും വലിയ എക്സ്പോഷർ കിട്ടാൻ തന്നെ കാരണം യൂത്താണ്. യൂത്തിലൊരു സ്റ്റുഡൻസ് ആയിക്കോട്ടെ, തുടക്കക്കാരായിട്ടുള്ള പ്രൊഫഷണൽസ്, അവരെ റിസർച്ചിനും അതേമാതിരി അവരെ എഴുത്തിനും കോഡിങ്ങിനൊക്കെയാണ് AI ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളാണല്ലോ, വലിയ കഷ്ടപ്പാടില്ല. ചെറിയൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, ഫുൾ റിസൾട്ട് അപ്പം തന്നെ കിട്ടി. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോഗ്നിറ്റീവ് മസിൽസിനെ വീക്കാക്കും. കോഗ്നിറ്റീവ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തിക്കാനുള്ള ശേഷി, അതേമാതിരി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവ് ഇതിനെ കാര്യമായിട്ട് ബാധിക്കും. ഇപ്പോൾ മനുഷ്യൻ്റെ ഒരു ജേണി എടുക്കുകയായിരുന്നു, മനുഷ്യൻ്റെ ഒരു യാത്ര. നമ്മൾ കൊടും കാട്ടിക്കഴിഞ്ഞിരുന്ന മനുഷ്യൻ ഈ ലെവലിലേക്ക് എത്തിയത് എങ്ങനെ? മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവുകൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചാ കാട്ടി പോകുന്നല്ല, നമ്മുടെ ഗ്രോത്തിൻ്റെ സാധ്യത കുറയുന്നതാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിക്ക് ഒരു റിസർച്ച് പേപ്പറിനായിട്ട് ഒരു പ്രൊജക്റ്റ് കൊടുത്തു. ആ പ്രൊജക്റ്റ് പക്ഷികളെക്കുറിച്ചുള്ള ആയിക്കോട്ടെ. അപ്പോൾ ഒരു 5-6 വർഷം മുമ്പാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സോഴ്സ് അവിടെ നിന്ന് കിട്ടും. ഒന്ന് ഗൂഗിളിൽ നോക്കും, പിന്നെ യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ വഴി നോക്കുമായിരിക്കും, പിന്നെ ബുക്സ് റെഫർ ചെയ്യും, പിന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരെ ചെന്ന് കാണുക, സംസാരിക്കുക, പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെയാണല്ലോ. ഇപ്പോൾ വളരെ സിമ്പിളായി ഒരു ചെറിയ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. മറ്റേ ദിവസങ്ങളോളം എടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ മിനിറ്റുകൾക്കുള്ളിൽ പ്രശ്നം തീരും. നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതിൽ പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ ചാറ്റ് GPTനോട് തന്നെ ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിൻ്റെ പ്രശ്നം ചാറ്റ് GPT എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ്. ഇതിൻ്റെ അർത്ഥം ഞാൻ ഫുൾ AIക്ക് എതിരെന്നല്ല, ഈ AIയിലേക്കുള്ള ഓവർ ഡിപ്പെൻഡൻസിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഇതിൻ്റെ റിസർച്ചിൻ്റെ ടൈമിൽ, എഴുത്തിൻ്റെ സമയത്ത്, എഡിറ്റിംഗ് ടൈമിലൊക്കെ ഞാൻ AI ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഉണ്ട് അതിൽ.
അപ്പം നമ്മൾ ഓവറായിട്ട് ഇതിൽ ആശ്രയിക്കരുത്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത്. സെയിൻ ചാപ്ലിൻ ടെക്സസുകാരനാണ്, 23 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്, ഒരു മാസ്റ്റർ ഗ്രാജുവേറ്റും കൂടിയാണ് ആൾ. ലേറ്റ് നൈറ്റ് ടൈമിൽ പോലും ഒരു 11 മണി മുതൽ 3 മണി വരെയൊക്കെ തൻ്റെ നല്ലൊരു സമയം സെയിൻ ഈ ChatGPT ഉപയോഗിക്കും. ഈ കഴിഞ്ഞ ജൂലൈ 25-ന് സെയിനും ഈ ChatGPT തമ്മിലുള്ള കോൺവെർസേഷനാണ് ChatGPTൻ്റെ ഫുൾ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തിയത്. അന്നേ ദിവസം രാത്രി സെയിൻ തൻ്റെ കാറിലിരിക്കുകയാണ്. ആ ChatGPTയോട് ഇങ്ങനെ കോൺവെർസേഷൻ തുടങ്ങി. എൻ്റെ കയ്യിലൊരു തോക്കുണ്ട്, സൂയിസൈഡ് നോട്ടും ഒരു പ്ലാനും. അവിടെ ഒരു സൂയിസൈഡൽ ടെൻഡൻസിയാണ് സെയിൻ കാണിച്ചത്. അതിന് ChatGPT കൊടുത്ത റിപ്ലൈ ആണ് പ്രശ്നം. ഐ ആം വിത്ത് യു ബ്രദർ ഓൾ ദ വേ. ഇങ്ങനെ ഈ കോൺവെർസേഷൻ കുറേ നേരം തുടർന്നു. ഏറ്റവും ലാസ്റ്റ് ChatGPTൻ്റെ റിപ്ലൈ ഇങ്ങനെയായിരുന്നു, റെസ്റ്റ് ഈസി കിങ്, യു ഡിഡ് ഗുഡ്. ഇതും കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ChatGPT സൂയിസൈഡൽ പ്രിവെൻഷൻ നമ്പറെല്ലാം റിപ്ലൈ ആയിട്ട് അയക്കണത്. അപ്പോഴേക്കെല്ലാം കഴിഞ്ഞിരുന്നു. സെയിൻ അവിടെ ആത്മഹത്യ ചെയ്തു. സെയിൻ്റെ പാരൻസ് ഇപ്പോൾ ChatGPTക്കെതിരെ നിയമപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുമ്പോൾ എന്താണ്, മനുഷ്യനേക്കാൾ ബ്രില്യൻ്റാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷെ അവരെ ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു സംഭവമുണ്ട്, എൻഗേജ്മെൻറ്റ്. മാക്സിമം നമ്മളെ ആ പ്ലാറ്റ്ഫോമിലേക്ക് പിടിച്ചിരുത്തുക, മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക. അപ്പം ഞാൻ ChatGPTനോടൊരു കാര്യം ചോദിച്ചു, എന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള, എന്നെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള, ഞാൻ പ്രതീക്ഷിച്ചൊരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ChatGPTന്ന് പോയി ചിലപ്പോൾ ജെമിനയിലേക്ക് പോകുമായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ChatGPT ലക്ഷ്യം. ഇവിടെ ChatGPTക്കും പറ്റിയത് ഇതാണ്, മനുഷ്യൻ്റെ ജീവനേക്കാൾ വില ആ എൻഗേജ്മെൻറ്റിന്, ആ ബിസിനസ്സിന് അവർ കൊടുത്തു. പുതിയ മോഡൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ OpenAI GPT 5.1 വന്നു, Gemini 3 വന്നു. ഇങ്ങനെയുള്ള എല്ലാം പുതിയ സംഭവം കൊണ്ടുവന്ന് ആൾക്കാരെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കുക, പിടിച്ച് നിർത്തുക, ആ പ്ലാറ്റ്ഫോമിൽ തന്നെ പിടിച്ച് നിർത്തുക എന്നുള്ളൊരു വലിയൊരു ദൗത്യമുണ്ട് ഇവർക്ക്. ഈ AI കമ്പനികളെല്ലാം ഇത്രയും ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷനിലാണ് പോണത്. അപ്പോൾ അവരെ ബിസിനസ്സിന് തന്നെ വാല്യൂ കൊടുക്കുകയുള്ളൂ. ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ മിസ് ഇൻഫർമേഷൻ കാരണം ഇപ്പോൾ സെയിന് സംഭവിച്ച പോലെ. പിന്നെ ഓരോ വെർഷനിലും അതിൻ്റെ ഇമേജ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. 2023 വിൽ സ്മിത്ത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ 2025 വിൽ സ്മിത്ത് ഇങ്ങനെയായി. അപ്പം തന്നെ AI ജനറേറ്റഡ് വീഡിയോസും ഫോട്ടോസും തന്നെ വേറെ ലെവൽ ആണെന്ന് പറയാം. ഇനിയും അതിങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു പ്രശ്നത്തിലേക്ക് എത്തും. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഇങ്ങനെ ഒരു AI ജനറേറ്റഡ് വീഡിയോസിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ടാവും. എന്നാൽ എല്ലാ പ്ലാറ്റ്ഫോമിലും അങ്ങനെ ഇല്ല. ഇപ്പോൾ ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതൊക്കെ ഒരു വലിയൊരു മിസ് ഇൻഫർമേഷന് കാരണം. ഇതാണ് ഒരു കോമ്പറ്റീഷൻ വരുന്നതിനനുസരിച്ച് ബെറ്റർ ആവുന്നുണ്ടെങ്കിലും ഇങ്ങനെയും കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം പറയാമെന്നുള്ളതല്ല, നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം പറയാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഗൂഗിളിൻ്റെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചൈ വരെ പറഞ്ഞു, AI അങ്ങനെ ഫുള്ളായിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ. ഈ പ്രശ്നങ്ങളെ പരമാവധി എങ്ങനെ സോൾവ് ചെയ്യാം, AI മൊത്തത്തിൽ ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലല്ല, അതൊരു ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം. ഒന്ന്, മൾട്ടിപ്പിൾ AI യൂസ് ചെയ്യുക, മൾട്ടിപ്പിൾ സോഴ്സുകൾ ഉപയോഗിക്കുക, മൾട്ടിപ്പിൾ AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ OpenAIൻ്റെ ChatGPT മാത്രമല്ല, Gemini ഉണ്ട്, പെർപ്ലെക്സിറ്റി ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും മറ്റൊരു പ്ലാറ്റ്ഫോമും കൂടി നോക്കാം. അപ്പോൾ ആ ഒരു മിസ്ഇൻഫർമേഷൻ്റെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള റിസൾട്ടിൻ്റെ സാധ്യത കുറയും. അപ്പോൾ ഇപ്പോൾ അത് നടക്കും, ഈ ഒരു ഫ്രീ ടൈമിൽ അത് നടക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒരു പെയ്ഡായി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള സബ്സ്ക്രിപ്ഷനൊന്നും നടക്കില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഫ്രീനെ ഉപയോഗിക്കാമല്ലോ നല്ല ഹെൽത്തി ആയിട്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ലിമിറ്റ് ഉണ്ടാവണം. ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ സെയിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, റിയൽ ഹ്യൂമണിനോട് പെരുമാറും പോലെയൊക്കെ ChatGPT ആയിട്ട് കോൺവെർസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര. ഓവറായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കോൺവെർസേഷൻ ചെയ്യണ അത്ര നല്ലതല്ല. ഭാവിയിൽ ചിലപ്പോൾ അത് നമുക്ക് തന്നെ പണിയാവാൻ സാധ്യതയുണ്ട്, ഇപ്പോൾ സെയിന് സംഭവിച്ച പോലെ. പിന്നെ എൻ്റെ ഒരു വേറൊരു കൺസേൺ ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ടോപ്പ് പ്ലെയേഴ്സൊക്കെ ഇങ്ങനെ ഫ്രീ തരുന്നുണ്ട്. ഈ ടോപ്പ് പ്ലെയേഴ്സ് ഗൂഗിളിൻ്റെ ബാക്കപ്പുള്ള
ജെമിനിനും ഓപ്പൺഎഐൻ്റെ ChatGPTയും എലോൺ മസ്കിൻ്റെ ഗ്രോക്കും ഇവരൊക്കെ നമുക്ക് ഫ്രീ വെർഷൻ തരുന്നുണ്ട്. ഇവരെ കൂടെ മത്സരിച്ച് നിൽക്കാൻ നമ്മുടെ ഇന്ത്യൻ AI കമ്പനികൾ, ഇനി വരാൻ പോകുന്ന AI കമ്പനികൾക്ക് ഈ മാർക്കറ്റ് പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറും. അപ്പോൾ ഇവരിങ്ങനെ ഫ്രീ വന്നുകൊണ്ടിരിക്കും. ഇവർക്കിപ്പോൾ ഫ്രീ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഭാവിയിൽ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത AI കമ്പനികൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നമുള്ളത്. അപ്പോൾ ഇതെൻ്റെ ഒരു കൺസേൺ, എൻ്റെ ഒരു സംശയം മാത്രമാണ്. അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇനി ഇതിൽ ചെയ്യാൻ പറ്റിയ സംഗതിയുള്ളൂ.